നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ. അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി തിങ്കളാഴ്ച ദോഹയിൽ. ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച കരട് പ്രമേയം ചർച്ച ചെയ്യും. മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ സംഘടനകൾ സമാധാനത്തിന്റെ പാതയിലൂടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും മോദി. കലാപത്തിന്റെ ഇരയുമായി സംസാരിച്ചു. 8500 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി. മിസോറാമിലും 9000 കോടിയുടെ വികസന പദ്ധതികൾ. രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം ജനുവരി 1 പുതിയ വോട്ടർ പട്ടിക വരുമെന്നും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. SIR നടപ്പിലാക്കുന്നത് പ്രത്യേക ലക്ഷ്യം വെച്ചെന്ന് മന്ത്രി പി രാജീവ്. ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. മത്സരം ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാണാൻ BCCI ഉന്നതർ എത്തിയേക്കില്ല. കനത്ത സുരക്ഷ. വാർത്തകൾ വിശദമായി. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി ദോഹയിൽ നടക്കും. തിങ്കളാഴ്ചയാണ് ഉച്ചകോടി. ഇതിന് മുന്നോടിയായി അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ നടക്കും. ഈ യോഗത്തിൽ അവതരിപ്പിക്കുന്ന ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച കരട് പ്രമേയം തിങ്കളാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ GCC രാജ്യങ്ങൾ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഉച്ചകോടി നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി വാഷിംഗ്ടണിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉന്നത ഭരണ നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തി. മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ ഓരോ സംഘടനകളും സമാധാനത്തിന്റെ പാതയിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 8500 കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്റർ ഒഴിവാക്കി റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിലെത്തിയത്. കനത്ത മഴയെ അവഗണിച്ച് 10,000ങ്ങളാണ് ചുരാചന്ദ്പൂരിലെത്തിയത്. ചുരാചന്ദ്പൂരിൽ 7300 കോടി രൂപയുടെയും ഇൻഫാലിൽ 1200 കോടി രൂപയുടെയും പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. വരുന്ന നാളുകളിൽ മണിപ്പൂരിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. BJP സർക്കാരിന്റെ കാലത്ത് മണിപ്പൂരിനെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ കൂടുതൽ റെയിൽ സംവിധാനങ്ങൾ ഉറപ്പാക്കിയെന്ന് മോദി കൂട്ടിച്ചേർത്തു. സംഘർഷങ്ങൾ ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നിരവധി സംഘടനകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. मणिपुर के हर परिवार के घर में पाइप से पानी आने लगेगा. पहले के समय में पहाड़ों में, ट्राइबल एरियाज में अच्छे स्कूल, कॉलेज, अच्छे अस्पताल, ये भी सपना होते थे. भारत सरकार आपके साथ है, मणिपुर के लोगों के साथ है. ആകെ 8500 കോടി രൂപയുടെ പദ്ധതിയാണ് മണിപ്പൂരിൽ നടപ്പിലാക്കുന്നത്. റെയിൽ റോഡ് വികസനത്തിലാണ് പ്രധാന പരിഗണനയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സംഘർഷത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി 7000 വീടുകളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മണിപ്പൂരിനെ അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി തിരികെ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കുക്കി, മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചത്. നിലവിൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് മണിപ്പൂർ ഉള്ളത്. സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയാൽ ഭരണമാറ്റം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മിസോറാമിൽ 9000 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈരാങ് റെയിൽവേ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
കഴിഞ്ഞ 11 വർഷമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മിസോറാമിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മിസോറാമിലെ ജനങ്ങൾക്ക് ചരിത്ര ദിനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 871 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ പദ്ധതി പൂർത്തിയാക്കിയത്. 52 കിലോമീറ്റർ നീളമുള്ള ബൈരാബി സൈറാങ് റെയിൽവേ പാതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. For the past 11 years, we have been working for the development of the Northeast. This region is becoming the growth engine of India. Friends, over the years, many states of the Northeast have been put on the rail map of India. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തിയത്. നിരവധി വെല്ലുവിളികളെ മറികടന്ന് റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ ഭരണത്തിൽ വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ വോട്ട് ബാങ്കായി മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ കണ്ടത്. For a long time, some political parties in our country practiced vote bank politics. Their focus was always on places which had more votes and seats. ത്രിപുര, അരുണാചൽ പ്രദേശ്, അസം എന്നിവയ്ക്ക് ശേഷം ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ വടക്കുകിഴക്കൻ തലസ്ഥാനമാണ് ഐസ്വാൾ. പദ്ധതിയിലൂടെ ഐസ്വാളിനും അസമിലെ പ്രധാന നഗരമായ സിൽച്ചാറിനും ഇടയിലുള്ള യാത്രാസമയം 7 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറായി കുറയും. 500 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഐസ്വാൾ ബൈപ്പാസും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യവ്യാപക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. SIRമായി മുന്നോട്ടു പോകുവാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നൽകി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കും. ബീഹാറിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടികൾ തുടങ്ങിയതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടിയാണ് SIR ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്നാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഇതിനായി നിർദ്ദേശം സംസ്ഥാന CEOമാർക്ക് നൽകി. ഈ വർഷം ജൂലൈയിൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പുരോഗതി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശാല യോഗം ചേർന്നിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശം നൽകിയത്. കൃത്യമായി ഇടവേളകളിൽ SIR നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. ഈ ഹർജിക്ക് പുറമെ SIR കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതി തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രത്യേക ലക്ഷ്യം വെച്ചാണ് SIR നടപ്പിലാക്കുന്നതെന്ന് ബീഹാർ തെളിയിച്ചതാണെന്ന് നിയമമന്ത്രി P. രാജീവ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. രാജ്യവ്യാപക SIR നടപ്പാക്കുന്നത് ധിക്കാരപരമായ നിലപാടാണ്. വ്യാപകമായ പ്രതിഷേധം ഉയരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. SIRനെ സംബന്ധിച്ച് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. SIR നടപ്പിലാക്കിയതിന് അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. വലിയ തോതിലാണ് വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പുറന്തള്ളപ്പെട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരും പിന്നോക്ക വിഭാഗക്കാരുമാണെന്നുള്ള പല പഠനങ്ങളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ആധാറാണ് എല്ലാത്തിനും ആധാരം എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിരുന്ന ആളുകളും അതിനെ പിന്തുണച്ചിരുന്നവരും ഇപ്പോൾ അത്തരത്തിലുള്ള രേഖകൾ പോലും അംഗീകരിക്കില്ല നിലപാട് സ്വീകരിക്കുകയും. വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന നിലപാടാണ് BJPയുടേതെന്നും കോൺഗ്രസിനും CPMനുമാണ് ഇതിൽ ആശങ്കയെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചേർക്കുന്നത് കോൺഗ്രസും CPMുമാണ്. വ്യാജ വോട്ടർമാർ
വെളിയിലാകുമെന്നതാണ് അവരുടെ ആശങ്ക. ഒരു ഭാഗത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തുന്നു, മറുഭാഗത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നു. ഇവരുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്നും MD രമേശ് കോഴിക്കോട് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നുള്ള നിലപാടാണ് BJPക്കുള്ളത്. കാരണം വോട്ടർ പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആശങ്കപ്പെടുന്നുണ്ടല്ലോ. അപ്പം അത് പരിഷ്കരിക്കാനുള്ള സംവിധാനം വേണ്ടേ? എന്തിനാണ് കേരളത്തിലെ LDFനും UDFനും ഇത്ര ആശങ്ക? അവരാശങ്കപ്പെടാനുള്ള കാരണം വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചാൽ കാലാകാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. തൃശൂരിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ AC മൊയ്തീനും MK കണ്ണനും പ്രതിരോധം തീർത്ത CPM ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നു. പാർട്ടിക്കകത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിലുള്ളവരുടെ നിലപാട്. അതേസമയം ശരത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. തൃശൂരിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയിട്ടുള്ള DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ വെട്ടിലായിരിക്കുകയാണ് CPM. എന്നാൽ പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുമ്പോഴും ആരോപണ വിധേയരായ MK കണ്ണനെയും AC മൊയ്തീനെയും പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് CPM നേതൃത്വം. ആരോപണങ്ങൾക്ക് ജില്ലാ നേതൃത്വം മറുപടി നൽകിയതാണെന്നും കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടെന്നുമാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജനകീയരായ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും EP ജയരാജനും വ്യക്തമാക്കി. അത് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. MK കണ്ണനെയും AC മൊയ്തീനെയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ്. ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല. പാർട്ടിക്ക് നേരെ അവമതിപ്പുണ്ടാക്കാൻ ആര് ശ്രമിക്കുന്നതും ഗുണകരമല്ല. ഇത് ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. നേതാക്കൾ ഒരുമിച്ച് പോയാണ് പണം പിരിക്കുന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞതായി കേട്ട കാര്യങ്ങളല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരമൊരു കാര്യത്തിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം? തെറ്റായ ഇത്തരമൊരു കാര്യം ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള DYFI നേതാവിന്റെ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും താൽപര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കരുവന്നൂരിന് പിന്നാലെ തൃശൂരിലെ നേതൃത്വത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശം. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, ന്യൂഡൽഹി. വനംവകുപ്പിന്റെ 2 കരട് ബില്ലുകൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനും സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അധികാരം നൽകുന്ന ബില്ലുകൾക്കാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കും. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഭേദഗതി വരുത്തിയത്. ജനങ്ങൾ തടിച്ചുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ വന്യജീവികൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയോ വനം ചീഫ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് എത്രയും വേഗം വന്യജീവിയെ കൊല്ലുന്നതിനോ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് ബിൽ. അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്ന ബില്ലിനും അനുമതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വളർത്തിയ ചന്ദനമരങ്ങൾ വനം വകുപ്പിന്റെ അറിവോടെ വെട്ടാനുള്ള അനുമതി നൽകുന്ന ബില്ലും പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ബില്ലുകൾ അടുത്ത ദിവസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് തീരുമാനം. അതേസമയം അക്രമകാരികളായ വന്യജീവികളെ കൊല്ലുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രപതിയുടെ അനുമതി വേണമെന്ന കടമ്പ കൂടി ഉണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഈ നീക്കമെന്ന ആരോപണവും ശക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നാൽ നടപടിക്ക് കാലതാമസം നേരിടുന്നു. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
ഗവൺമെൻറ്റുകൾക്ക് ഇടക്കാല ഉത്തരവുകളിലൂടെയോ നിയമത്തിലൂടെയോ ക്യാബിനറ്റ് തീരുമാനപ്രകാരമോ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ ഒരു വഴി എന്ന നിലക്കാണ്. അല്ലാതെ നമ്മൾ നേരെ പോയി ഈ നിയമത്തിൻ്റെ അന്തസ്സത്തൊക്കെതിരെ സംസാരിച്ചാൽ അംഗീകാരം കിട്ടാൻ പോകില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിയമം നിർമ്മിച്ചിട്ടുള്ളത്. കേരള ലോട്ടറിയുടെ GST ഉയർത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി സംസ്ഥാന ലോട്ടറി സംരക്ഷണ സമിതി. നിലവിൽ 28% നികുതി 40% കേന്ദ്രം ഉയർത്തിയത്. ഇത് ലോട്ടറി തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കും. സംസ്ഥാന ഭാഗ്യക്കുറിക്ക് നിലവിൽ 28% GST കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 3 ചേർന്ന GST കൗൺസിലാണ് ഭാഗ്യക്കുറിയുടെ GST 40% ഉയർത്തിയത്. നിലവിൽ ടിക്കറ്റിന് 10 രൂപ 93 പൈസ എന്ന നികുതി ഇതോടെ 14 രൂപ 28 പൈസയായി ഉയരും. ഇത് 2 ലക്ഷത്തോളം വരുന്ന ലോട്ടറി വിൽപ്പനക്കാരെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ആഡംബര വസ്തു അല്ലെങ്കിൽ ആഡംബര ഉൽപ്പന്നമായിട്ടാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയെ കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത്. നമുക്കറിയാം, ഏറ്റവും നിർധനരായ തൊഴിലാളികളാണ്, ഏറ്റവും നിർധനരായ ആളുകളാണ്, അംഗപരിമിതരായ ആളുകളാണ് ഈ ലോട്ടറി വിൽക്കുന്നത്. ആ ഉൽപ്പന്നത്തിന് ആഡംബര വസ്തുവായി കണക്കാക്കപ്പെടുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് മനസ്സിലാക്കണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനകാര്യ മന്ത്രിക്കടക്കം നിവേദനം നൽകിയെങ്കിലും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ലോട്ടറി സംരക്ഷണ സമിതി രംഗത്തെത്തുന്നത്. 15-ാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. 15-ാം തീയതി ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ശേഷം എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലയിലും സമരം നടക്കുന്നുണ്ട്. ശേഷം ഞങ്ങൾ അടുത്ത് തന്നെ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 27-ന് തിരുവോണ ബമ്പർ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് 25-ാം തീയതി മുതൽ പുതിയ നികുതി ഘടന ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോട്ടറി വിൽപ്പനക്കാരെ ബാധിക്കാത്ത വിധം ക്രമീകരണങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിനോടും ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാർത്തകൾ തുടർന്നു. ട്രാവൽ ഏജൻസി മേഖലയിലെ പ്രമുഖരായ ഗോകൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസിൻ്റെ പുതിയ ബ്രാഞ്ച് UAE-യിലെ റാസൽ ഖൈമയിൽ തുടർന്നു. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോകൈറ്റിൻ്റെ UAE-യിലെ 5ാമത്തെ ബ്രാഞ്ചാണ് ഇത്. ഗോകൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസിന്റെ 20ാമത്തെയും UAE-യിലെ 5ാമത്തെയും ബ്രാഞ്ചാണ് റാസൽ ഖൈമയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അവതാരകനും നടനുമായ RJ മിഥുൻ രമേശ്, ഗോകൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് സ്ഥാപകനും CEO-യുമായ സെയ്ദ് അമീൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. UAE-യിലെ തന്നെ പ്രധാന അന്താരാഷ്ട്ര കണക്ടിവിറ്റി ഹബ് എന്ന പ്രാധാന്യമുള്ള റാസൽ ഖൈമയിൽ സാന്നിധ്യം അറിയിക്കുന്നത് ഗോകൈറ്റിന്റെ സേവന പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്ന് RJ മിഥുൻ രമേശ് പറഞ്ഞു. ഒമാനിലും ഇന്ത്യയിലും UAE-യിലുമായിട്ട് ഇപ്പം അവാർഡായിട്ട് നിൽക്കുന്ന ഏതാണ്ട് 150-ലധികം രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഗോകൈറ്റിന്റെ ഒരു ഓഫീസ് റാസൽ ഖൈമയിലും കൂടി വരുന്നത് ഭയങ്കര സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. കാരണം റാസൽ ഖൈമയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏവിയേഷനും ട്രാവലും ഭയങ്കര പോപ്പുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ തുറക്കുമെന്ന് സെയ്ദ് അമീൻ വ്യക്തമാക്കി. റാസൽ ഖൈമ റീസെന്റ് ഒരുപാട് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനിലേക്കും നമ്മുടെ നാടുകളിലേക്കൊക്കെയുള്ള ഫ്ലൈറ്റ്സ് ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ട്രാവലും അതിനനുസരിച്ച് റാസൽ ഖൈമ ടൂറിസവും എല്ലാം മാറി വരുന്നത്. നോർത്തേൺ എമിറേറ്റ്സിലേക്ക് നമ്മൾ ഇനി ഫുജൈറ, അതുപോലെ തന്നെ ദിബ്ബ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബ്രാഞ്ചസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഗോകൈറ്റ് ബിസിനസ് ഹെഡ് ഷംനാസ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പോപ്സൺ ജോസഫ്, ജനറൽ മാനേജർ കോമൾ, മാർക്കറ്റിംഗ് മാനേജർ വിജിത് വിജയ്, ഫിനാൻസ് മാനേജർ ഷാഹിദ്, HR മാനേജർ സുഹൈർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, റാസൽ ഖൈമ. 3 ദിവസമായി തുടരുന്ന ഇന്ത്യ സൗദി സംയുക്ത ജുവലറി പ്രദർശനം ഇന്ന് അവസാനിക്കും. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് സാജക്സ് എന്ന പേരിൽ ജിദ്ദ സൂപ്പർ ഡോമിൽ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ്റെ സാന്നിധ്യത്തിൽ സൗദി വ്യവസായ നിക്ഷേപ ഡെപ്യൂട്ടി മന്ത്രി എഞ്ചിനീയർ ഫഗദ് അൽ ജുബേരി എക്സ്പോ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോള ആഭരണ നിക്ഷേപ സമ്മേളനമാണ് എക്സ്പോയുടെ പ്രധാന ആകർഷണം. ആഭരണ വ്യവസായ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ, വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെയും രത്നാഭരണങ്ങളുടെയും പ്രദർശനം തുടങ്ങിയവ സന്ദർശകരെ ആകർഷിച്ചു. ഇന്ത്യ, സൗദി, UAE, ഹോങ്കോങ്, ലെബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പ്രദർശനത്തിന് ഉണ്ട്. പ്രേക്ഷകരുടെ ആസ്വാദന രീതിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടാണ് തിയേറ്ററിൽ വിജയിക്കാത്ത ചില ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ സ്വീകരിക്കപ്പെടുന്നതെന്ന് നടൻ ആസിഫ് അലി. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഷോർട്സും റീൽസും ഒക്കെ കാണുന്നവർ തിയേറ്ററിൽ സിനിമകളുടെ ഇഴച്ചിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. കഥ തന്നെയാണ് പ്രധാനമെന്നും ആസിഫ് അലി പറഞ്ഞു. ഈ മാസം 19-ന് റിലീസ് ചെയ്യുന്ന മിറാഷിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സംവിധായകൻ ജീതു ജോസഫ്, നടൻ ഹക്കീം ഷാ, നടി ഹന്ന റെജി കോശി, നിർമ്മാതാവ് മുകേഷ് മെഹ്ത, അനീഷ് വാധ്വ, കണ്ണൻ രവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കുവൈറ്റിൽ നിയമലംഘകരെ കണ്ടെത്താനായി നടത്തിയ സുരക്ഷാ പരിശോധനയിൽ നിരവധി പേർ അറസ്റ്റിലായി. അറസ്റ്റിലായവരിൽ 202 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരാണ്. 29 പേർ താമസരേഖയുടെ കാലാവധി കഴിഞ്ഞവരും 25 പേർ ഒളിച്ചോടിയവരുമാണ്. കൂടാതെ രേഖകളില്ലാത്ത 2 തൊഴിലാളികളെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെയും അറസ്റ്റ് ചെയ്തു. ഇത്തരം പരിശോധനകൾ എല്ലാ ഗവർണറേറ്റുകളിലും തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്കും ഉംറ തീർത്ഥാടനത്തിനും മക്കയും സമീപ പ്രദേശങ്ങൾക്കും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളായ മീഖാത്തുകൾ കാലോചിതമായി നവീകരിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. കൂടുതൽ തീർത്ഥാടകർ വരുന്ന മീഖാത്തുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സൗദി പ്രസ് അറിയിച്ചു. കുവൈറ്റിലെ മിഷ്രിഫിൽ വ്യാജ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്ത ഇന്ത്യക്കാരനടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തു. പിടിയിലായവരിൽ ഒരാൾ സിറിയൻ പൗരനാണ്. ഇരുവരും വാടക വീട്ടിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതായ അന്വേഷണത്തിൽ കണ്ടെത്തി. പലതരം ചേരുവകൾ എണ്ണയുമായി കലർത്തി നെയ്യാക്കി പാക്ക് ചെയ്ത് ഇവർ വിൽപ്പന നടത്തിയിരുന്നു. കൂടാതെ ഇറക്കുമതി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ പല ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണ രാജ്യം മാറ്റിയിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. വ്യാജ ഉൽപ്പന്നങ്ങളും നിർമ്മാണ സ്ഥലവും അധികൃതർ കണ്ടുകിട്ടിയിട്ടുണ്ട്. സൗദിയിലെ ജിസാൻ അടുത്ത് ഫുറസാൻ ദ്വീപിൽ ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ 3 ഇന്ത്യക്കാർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തമിഴ്നാട് സ്വദേശികളാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രിസ്മസ് സന്ദർശനാർത്ഥം ജിദ്ദയിലെത്തിയ പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അഷ്റഫ് പോരൂരിന് ജിദ്ദയിലെ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. ഷർഫിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ OICC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പറക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MSMന്റെ നേതൃത്വത്തിൽ കൗമാരക്കാർക്കായി കേരളത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന CRE തുടർ മതപഠന പദ്ധതിയുടെ ജിദ്ദയിലെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഷെയ്ഖ് ഇബ്രാഹിം ഖലീൽ അൽറായി പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പ്രമുഖ ട്രെയിനർ അബ്ദുൾ റസാഖ് കൊടുവള്ളി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. KT ജലീൽ MLAയും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിലുള്ള പ്രത്യാരോപണങ്ങൾ തുടരുന്നു. തിരൂരിൽ മലയാളം സർവകലാശാലയ്ക്കായി ഭൂമി ഏറ്റെടുത്തതിൽ വൻ ക്രമക്കേടെന്നും KT ജലീലിൻ്റെയും താൽപ്പര്യപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നതെന്നും PK ഫിറോസ് ആരോപിച്ചു. എന്നാൽ അദാനിയുടെ പിറക്കാതെ പോയ മകനാണ് PK ഫിറോസ് എന്ന് KT ജലീൽ തിരിച്ചടിച്ചു. തവനൂർ MLA KT ജലീലും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ച പോരാട്ടം ഇപ്പോൾ ദിവസേന വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്ന തലത്തിലേക്കെത്തി. വിദേശത്ത് വാണിജ്യ സ്ഥാപനത്തിന്റെ പേരിൽ ജോലിയെടുക്കാതെ ലക്ഷങ്ങൾ PK ഫിറോസ് ശമ്പളം വാങ്ങുന്നതായി ആരോപിച്ച് KT ജലീൽ കഴിഞ്ഞ ദിവസം പോരാട്ടത്തിന് മൂർച്ച കൂട്ടിയിരുന്നു. ഇതിന് മറുപടിയായാണ് മലയാളം സർവകലാശാലയ്ക്കായി ഭൂമി ഏറ്റെടുത്തതിൽ ജലീൽ മന്ത്രിയായിരുന്ന കാലത്ത് വലിയ ക്രമക്കേട് നടന്നതായുള്ള ആരോപണവുമായി PK ഫിറോസ് രംഗത്തെത്തിയത്. സെന്റിന് 3000 മുതൽ 40,000 രൂപ വരെ വിലയുള്ള ഭൂമി സെന്റിന് 1,60,000 രൂപ വില നൽകി മന്ത്രി V അബ്ദുറഹ്മാന്റെ ബന്ധുക്കളെയും നേരത്തെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഗഫൂർ P ലില്ലീസിന്റെ ബന്ധുക്കളെയും സഹായിച്ചതായാണ് ആരോപണം. 11 ഏക്കർ ഭൂമി ഇത്തരത്തിൽ വലിയ വില നൽകി KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റെടുത്തതായാണ് ആരോപണം. ഒരു 6 എന്ന് പറഞ്ഞാൽ 2 സെന്റും 2.47 സെന്റ് 2.47 സെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് 7,500 പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത്. എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത്? 1,60,000. 17,65,00,000 രൂപയാണ് ഈ സ്ഥലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആരോപണം തള്ളിയ KT ജലീൽ താൻ മന്ത്രിയായിരുന്ന കാലത്തല്ല ഭൂമി ഏറ്റെടുത്തതെന്നും ഏതന്വേഷണം നേരിടാനും തയ്യാറാണെന്നും പറഞ്ഞു. ഏത് അന്വേഷണവും അവർ പറയുന്ന അന്വേഷണം നടത്തണമെന്ന് ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ആളെ ഞാനായിരിക്കും. ജലീലിന്റെ ആരോപണങ്ങൾ പൊതുവിഷയമല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞു. അവർ രണ്ടുപേരും തന്നെ മതി ചർച്ച ചെയ്യാൻ എൻ്റെ വിശ്വാസം.
നമ്മളെല്ലാവരും കൂടാൻ മാത്രം സ്കോപ്പില്ല ആ സബ്ജക്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരുമിച്ച് കച്ചവടം നടത്തിയവർ കൂട്ടം പിരിയുമ്പോൾ ഉണ്ടാകുന്ന തർക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ഒരുമിച്ച് ബിസിനസ് നടത്തിയവർ കൂട്ടം പിരിയുമ്പോൾ സാധാരണ തർക്കമുണ്ടാകും. അതിൽ ആർക്കാണ് ലാഭവിഹിതം കൂടുതൽ കിട്ടിയെന്നുള്ള തർക്കമാണ്. അത്തരമൊരു തർക്കമായിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചവരല്ലേ? ഈ ബിസിനസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ KT ജലീലിന്റെ ആരോപണങ്ങളെ പിന്തുണച്ച് LDF നേതൃത്വമോ PK ഫിറോസിനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതൃത്വമോ കാര്യമായി രംഗത്ത് വന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, മലപ്പുറം. കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ 28ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. സാങ്കേതിക വിദ്യയ്ക്കും വിജ്ഞാനത്തിനും അപ്പുറം വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണമാണെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ മുഖ്യാതിഥിയായി. സാങ്കേതിക വിദ്യയ്ക്കും വിജ്ഞാനത്തിനും അപ്പുറം വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബിരുദദാന ചടങ്ങിൽ വ്യക്തിത്വ രൂപീകരണത്തിൽ ധാർമ്മിക മൂല്യങ്ങളുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ എന്നിവയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ ഡിഗ്രി സമൂഹത്തെ സേവിക്കാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ നടത്തിയ പ്രഭാഷണത്തിലെ വരികളും അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി ഉദ്ധരിച്ചു. Here the judge has used the constitutional morality and he punished the rich man. It means in coming times we have entered into an era of artificial intelligence, 3D printings, Internet of Things, but don't worry. Human elements will be the super deciding factor in our life. ചടങ്ങിൽ 4990 ബിരുദ വിദ്യാർത്ഥികളും 1482 ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 135 PhD ഗവേഷണ വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. വീഡിയോ സന്ദേശത്തിലൂടെ അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വിദ്യാർത്ഥികളോട് സംവദിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ട്രഷറർ സ്വാമി രാമകൃഷ്ണാനന്ദപുരി ചടങ്ങിൽ ആശംസാ പ്രഭാഷണം നടത്തി. അമൃത വിശ്വവിദ്യാപീഠം പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വിനോദിനി രമേശ് സർവകലാശാലയുടെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈജ്ഞാനിക മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വ്യക്തികളെയാണ് ഇന്നത്തെ സമൂഹം ആവശ്യപ്പെടുന്നതെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KR ശ്രീറാം പറഞ്ഞു. ചടങ്ങിൽ സംസാരിച്ച അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ പ്രൊഫസർ വെങ്കിട്ട് രംഗൻ അമൃതയുടെ കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച പ്രസ്താവനയും അവതരിപ്പിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം ഡീൻ ഡോക്ടർ ശശാങ്കൻ രാമനാഥൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ നടക്കും. നാളെ രാത്രി 8 മണിക്കാണ് ഇന്ത്യൻ സമയം മത്സരം നടക്കുക. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏഷ്യ കപ്പിലെ ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ 10,000 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മത്സരം കാണാനെത്തുന്ന ആരാധകർക്കായി സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ ദുബായ് പോലീസ് പുറത്തിറക്കി. കാണികൾക്കായി പ്രത്യേക പാർക്കിംഗ് ഇടങ്ങൾ സ്റ്റേഡിയത്തിന്റെ പരിസരങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. UAE സമയം വൈകിട്ട് 6:30 മത്സരം ആരംഭിക്കുക. കളി തുടങ്ങുന്നതിനും 3 മണിക്കൂർ മുൻപ് മുതൽ പ്രവേശനം അനുവദിക്കും. ടിക്കറ്റില്ലാതെ പ്രവേശിക്കുക, നിരോധിത വസ്തുക്കൾ കൈവശം വയ്ക്കുക എന്നിവ ചെയ്താൽ 1 മാസം മുതൽ 3 മാസം വരെ തടവും 5,000 മുതൽ 30,000 ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. അധിക്ഷേപ വാക്കുകൾ പറയുക, കളിക്കളത്തിലേക്ക് വസ്തുക്കൾ വലിച്ചെറിയുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് 10,000 മുതൽ 30,000 ദിർഹം വരെ പിഴയും തടവും ലഭിക്കും. പവർ ബാങ്കുകൾ, പടക്കം, കൊടികൾ, ബാനറുകൾ, സെൽഫി സ്റ്റിക്കുകൾ, ഭക്ഷണപാനീയങ്ങൾ എന്നിവ സ്റ്റേഡിയത്തിനകത്ത് അനുവദിക്കില്ല. UAEയുടെ സംസ്കാരത്തിന് യോജിച്ച പെരുമാറ്റം കാഴ്ചവെക്കണമെന്ന് കാണികൾക്ക് ദുബായ് പോലീസ് നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, ദുബായ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.